പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. എന്തിനാ അവനെങ്ങനെ തല്ലണത്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അമ്മ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അച്ഛൻ്റെ അമ്മാവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു, എന്തിനാ അവനെ തല്ലണത്? അച്ഛൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ചെക്ക മിഠായിപ്പൊടിയാണെന്നും പറഞ്ഞ് വയറിളക്കത്തിനുള്ള ഉപ്പ് അമ്മാവനെ കൊണ്ട് തീറ്റിച്ചു. കാണിച്ചു തരടാ ഞാൻ, നീട്ടടാ കൈ. അവൻ വീണ്ടും കൈനീട്ടി. അമ്മ അന്തം വിട്ടു നിൽക്കുകയാണ്. അച്ഛൻ്റെ അമ്മാവന് കരച്ചിൽ വന്നു. ഈ വയസ്സുകാലത്ത് എന്നെക്കൊണ്ട് വയറിളക്കാനുള്ള മരുന്ന് കുടിപ്പിച്ചില്ലേ? ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? ഭഗവാനേ! ഛേ! ഒരടി കൂടി വീണു. കൊച്ചു നീലാണ്ടന് കലശലായി വേദനിച്ചു. അവൻ നിലവിളിച്ചില്ല. തെറ്റ് ചെയ്തിരിക്കുന്നു, ശിക്ഷ അനുഭവിക്കാം. മൂന്നാമത്തെ അടി വീഴാൻ പോവുകയാണ്. അച്ഛൻ്റെ സ്വഭാവം അതാണ്. ആദ്യത്തെ 1-2 അടി പതുക്കെയാണ്. പിന്നെ തുടങ്ങുകയായി പടക്കം പൊട്ടിക്കുന്ന വിധത്തിലുള്ള അടി. കൈ കുഴഞ്ഞാലേ പിന്നെ അത് അവസാനിക്കൂ. കൊച്ചു നീലാണ്ടൻ നീട്ടിപ്പിടിച്ച കൈയുമായി അങ്ങനെ നിന്നു. അമ്മ ദയനീയ ഭാവത്തിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അവൻ കണ്ടു. പെട്ടെന്നാണ് അച്ഛൻ്റെ അമ്മാവൻ മുറ്റത്തേക്കിറങ്ങി വന്നത്. കാലുകൾ വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. വന്ന പാടെ അദ്ദേഹം മരുമകൻ്റെ കയ്യിൽ നിന്ന് ചുള്ളിക്കമ്പ് വാങ്ങി ഒരേറു കൊടുത്തു. ഇങ്ങോട്ട് വാ കൊച്ചു നീലാണ്ട. അദ്ദേഹം അവൻ്റെ കൈ പിടിച്ച് ഉമ്മറത്തേക്ക് കയറി. കൊച്ചു നീലാണ്ടന് ഒരു സ്വപ്നം കാണുന്നതുപോലെ തോന്നി. അച്ഛൻ്റെ അമ്മാവൻ തന്നെയാണോ അടിയിൽ നിന്നും അവനെ രക്ഷിച്ചത്? അച്ഛൻ്റെ അമ്മാവൻ. അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച കുണ്ടിൽ പോയ കണ്ണുകളിലേക്ക് അവൻ നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ്റെ അമ്മാവ! വൃദ്ധനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊച്ചു നീലാണ്ടൻ തേങ്ങിക്കരഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും അച്ഛൻ്റെ അമ്മാവൻ്റെ അസുഖമെല്ലാം ഒരുവിധം മാറി. കാരണവർ അന്ന് പകലൂണ് പൊടി പാറി. ഊണ് കഴിഞ്ഞ് കൈ കഴുകി ഒരേമ്പക്കം വിട്ടുകൊണ്ട് അദ്ദേഹം ആരോടെന്നില്ലാതെ പറഞ്ഞു, വയറിളകിപ്പോയതുകൊണ്ട് ഭക്ഷണത്തിന് ഒരു രുചിയുമില്ല. അന്ന് അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉണർന്നത് തന്നെ കൊച്ചുനീലാണ്ടൻ്റെ അച്ഛനെ ഉറക്ക വിളിച്ചുകൊണ്ടാണ്. എന്താ അമ്മാവാ? മരുമകൻ അന്വേഷിച്ചു. എടാ, നിനക്ക് കേൾക്കണോ? ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു, അദ്ദേഹം പറഞ്ഞു. അച്ഛൻ്റെ അമ്മാവൻ ദുസ്വപ്നം കണ്ടിരിക്കുന്നു. കൊച്ചുനീലാണ്ടന് അതറിയാൻ കൊതിയായി. ഒരുപക്ഷെ നല്ല രസമുണ്ടാകും. കാട്ടിൽ നിന്ന് ഒരു രാക്ഷസൻ ഇറങ്ങി വന്ന് അച്ഛൻ്റെ അമ്മാവനെ പിടിച്ചു വിഴുങ്ങാൻ നോക്കിയിട്ടുണ്ടാവും. ഉറക്കത്തിൽ അച്ഛൻ്റെ അമ്മാവൻ പേടിച്ച് നിലവിളിച്ചിട്ടുണ്ടാവും. പാവം. എന്തു സ്വപ്നമാണാവോ കാരണവർ കണ്ടത്? കാട്ടാനയെ സ്വപ്നത്തിൽ കണ്ടിരിക്കുമോ? പാമ്പ് കടിച്ചെന്ന സ്വപ്നം കണ്ടിരിക്കുമോ? പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.